കിറ്റക്സും സാബു ജേക്കബും മെല്ലെ മെല്ലെ കേരളം വിടുകയാണ്. തെലങ്കാനയ്ക്ക് പിന്നാലെ കിറ്റക്സിനെ തേടി ആന്ധ്രാപ്രദേശും വന്നതോടുകൂടി കേരളത്തിലുള്ള വ്യവസായം മടുത്ത സാബു ജേക്കബ് പൂർണ്ണമായും കേരളത്തിന് പുറത്ത് വ്യവസായം തുടങ്ങുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത കിഴക്കമ്പലത്ത് നേരിട്ടെത്തി കിറ്റക്സ് ആസ്ഥാനത്ത് വന്ന് സാബു ജേക്കബിനെയും കൂട്ടി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ സന്ദർശനമെന്നും തൊട്ടടുത്തുള്ള തെലങ്കാനയിൽ സാബു ജേക്കബും കിറ്റക്സും നടത്തിയ വിപ്ലവകരമായ മാറ്റം കണ്ടറിഞ്ഞു തന്നെയാണ് ആന്ധ്രാപ്രദേശിലേക്കും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കിറ്റക്സ് MD സാബു ജേക്കബിനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് മന്ത്രി കിഴക്കമ്പലത്തേക്ക് എത്തുന്നത്. 3500 കോടിയുടെ നിക്ഷേപമാണ് തെലങ്കാനയിൽ കിറ്റക്സ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ വ്യവസായം വളരാൻ ഉള്ള സാഹചര്യമില്ലെന്നും കേരളത്തിലെ സർക്കാർ തനിക്ക് നിരന്തരം ശല്യമാവുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം സാബു ജേക്കബ് വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. കിറ്റക്സ് MD സാബു ജേക്കബിനെ നേരിട്ട് ആന്ധ്രാപ്രദേശിൽ ക്ഷണിക്കുക എന്നതാണ് മന്ത്രിയുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നും അത്തരമൊരു വ്യവസായം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വ്യക്തം. കിറ്റക്സ് പോകുന്നതോടുകൂടി കിഴക്കമ്പലം കേന്ദ്രീകരിച്ച്, അതായത് കുന്നത്തുനാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള 2020 എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൂടിയാണ് വിരാമമാകുന്നത്. തെലങ്കാനയിൽ 3500 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു കിറ്റക്സ് നടത്തിയത്. 2 നിർമ്മാണങ്ങളാണ് കിറ്റക്സ് അവിടെ ലക്ഷ്യം വെച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുകൂടി കിറ്റക്സിന് ക്ഷണം വന്നിരിക്കുന്നത്. കേരളത്തിൽ കിറ്റക്സിന് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നില്ല, അതിനാലാണ് പദ്ധതികളുമായി തെലങ്കാനയിലേക്ക് പോയത് എന്നാണ് കിറ്റക്സിന്റെ MD കൂടിയായ സാബു വ്യക്തമാക്കിയത്. നമുക്കറിയാം, കിറ്റക്സ് എന്നൊരു സ്ഥാപനം മാത്രമല്ല, സാബു ജേക്കബ് നടത്തുന്നത് ഒരു നിയോജക മണ്ഡലവും കുറെ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഇടത്ത് അദ്ദേഹത്തിൻ്റെതായ പാർട്ടിയും ഉണ്ട്. 2020 എന്ന പേരിൽ വളരെയധികം ആ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്ന സംഘടനയെ കൊണ്ട് മറ്റുള്ള മുന്നണികൾക്ക് അവിടെ വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കുന്നത്തുനാട് മണ്ഡലം ഇരു മുന്നണികളും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് കോൺഗ്രസിന്, UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് മാത്രമുണ്ടായിരുന്ന കുന്നത്തുനാട് മണ്ഡലം ഇപ്പോൾ അദ്ദേഹത്തിന് 2020യുടെ വരവോടുകൂടി അത്ര എളുപ്പമല്ല കോൺഗ്രസിന് വിജയിക്കാൻ. കഴിഞ്ഞ തവണ ഡോക്ടർ സുജിത് സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി കിറ്റക്സ് സാബുവിന് വേണ്ടി, അല്ലെങ്കിൽ 2020 എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ അദ്ദേഹം പിടിച്ചത് 42,000-ത്തിനടുത്ത് വോട്ടുകളാണ്. കോൺഗ്രസിന് അതോടുകൂടി അവിടെ വിജയം ഇല്ലാതെയായി. ശ്രീനിജൻ എന്ന LDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആന്ധ്രയിലും തെലങ്കാനയിലും, അതായത് CPM ഇതര മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെയും BJP ഘടകകക്ഷിയുടെയും മുഖ്യമന്ത്രിമാർ നേരിട്ട് എല്ലാ സഹായവും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ CPM-നെ വിജയിപ്പിക്കാനായി ഇനി 2020 തയ്യാറാകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, ശ്രീനിജന് ജയിക്കാനുള്ള ഒരു സാഹചര്യം കുന്നത്തുനാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. വെറും 2700 വോട്ടുകൾക്ക് മാത്രമാണ് ശ്രീനിജൻ VP സജീന്ദ്രൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. അപ്പോഴും 42,000-ത്തോളം വോട്ടുകൾ 2020 എന്ന പാർട്ടി പിടിച്ചതുകൊണ്ട് മാത്രമാണ് UDF കേന്ദ്രങ്ങളിൽ വലിയ വിള്ളലുണ്ടായത്. അത് തന്നെയാണ് CPM സ്ഥാനാർത്ഥി ജയിക്കാനും കാരണം. എന്നാൽ ഇനി 2020 എന്ന പ്രസ്ഥാനം ഇവിടെ CPM-നെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും അദ്ദേഹം വ്യാപിപ്പിച്ച വ്യവസായത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്.